ദുഃഖങ്ങൾക്കു കാണാത്ത ദൂരം ഉരുകും ഹൃദയം ആരറിയാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ എല്ലാവരുടെയും ചിന്തയാണല്ലേ. നമ്മുടെ ഉരുകുന്ന ഹൃദയം ഉള്ളതുപോലെ ആരറിയാൻ. ഒരിക്കൽ യേശു കർത്താവിൻ്റെ മുന്നിൽ പരീശന്മാരും ശാസ്ത്രിമാരും പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറ്റം വിധിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നു. അവൾ ചെയ്ത പാപത്തിന് അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് വ്യവസ്ഥ, നിയമം. അതുവരെയും തങ്ങളുടെ ജഡീക അഭിലാഷങ്ങൾക്കായിട്ട് അവളെ വാരിപ്പുണർന്നിരുന്ന കരങ്ങളിലും കൂർത്തുമൂർത്ത കല്ലുകൾ കണ്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ തകർന്നു. അവളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതം തുറന്ന പുസ്തകം പോലെ അറിയുന്ന യേശു കർത്താവിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ലജ്ജയും കുറ്റബോധവും കൊണ്ട് അവളുടെ ഹൃദയം വല്ലാതെ ഉരുകി ഒലിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട യേശു കർത്താവ് കല്ലെറിയാൻ വന്നവരോടായിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കല്ല് താഴെ വീണു. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും അപ്രത്യക്ഷരായി. സ്ത്രീയും യേശു കർത്താവും മാത്രം അവശേഷിച്ചു. അവളുടെ പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ആ ഉരുകൽ, അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ള അവസ്ഥ അതുപോലെ അറിഞ്ഞ യേശു കർത്താവ് അവൾക്ക് പാപക്ഷമ നൽകുകയും അവളെ വെറുതെ വിട്ടയക്കുകയും ചെയ്തു. കൂടെ ഒരു നിർദ്ദേശവും, ഇനി പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുതും വലുതുമായ എത്ര കുറ്റങ്ങളാണ് യേശു കർത്താവ് നമ്മളോട് ദൈനംദിനം നിമിഷം പ്രതി ക്ഷമിക്കുന്നത്. എന്നാൽ അത് നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു നിർദ്ദേശം നമ്മൾ പലപ്പോഴും മറക്കുന്നില്ലേ, ഇനി പാപം ചെയ്യരുത്. യേശു കർത്താവ് നമ്മുടെ ഉരുകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മളോട് പറഞ്ഞ ഈ നിർദ്ദേശം മറക്കാതെ നമ്മളുടെ ജീവിതം ഇനിയും മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ പൊന്നുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.